എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ള ഒന്നാണ് നിഗൂഢമായ നിധികളെയും ഐശ്വര്യത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ഭാരതീയ പാരമ്പര്യത്തിലും കേരളീയ സാംസ്കാരിക പശ്ചാത്തലത്തിലും നിധി എന്നത് കേവലം അവിചാരിതമായി ലഭിക്കുന്ന സമ്പത്ത് മാത്രമല്ല, മറിച്ച് ഒരു കുടുംബത്തിൻ്റെ പുണ്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അടയാളം കൂടിയാണ്. പുരാതന കാലം മുതൽക്കേ തറവാടുകളിലും പുരയിടങ്ങളിലും പൂർവികർ സമ്പത്ത് ഭദ്രമായി സൂക്ഷിച്ചിരുന്നതായും അതുപോലെ തന്നെ അവ പലപ്പോഴും പ്രകൃതിദത്തമായ സൂചനകളിലൂടെ വെളിവാക്കപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ജ്യോതിശാസ്ത്രത്തിലൂടെയും വാസ്തുശാസ്ത്രം, നിമിത്തശാസ്ത്രം എന്നിവയിലൂടെയും നിധി സംബന്ധമായ സൂചനകളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ വീടിൻ്റെയും പുരയിടത്തിൻ്റെയും ഊർജ്ജസ്വലത, പോസിറ്റീവ് എനർജി വർദ്ധിക്കുമ്പോൾ അവിടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് എല്ലാവരും തന്നെ അനുഭവിച്ചറിഞ്ഞതുമായിരിക്കും. വീട്ടുവളപ്പിലെ മരങ്ങൾ, മൃഗങ്ങളുടെ സാന്നിധ്യം, കിണറിലെ ജലലഭ്യത എന്നിവയെല്ലാം വരാനിരിക്കുന്ന ഐശ്വര്യത്തിൻ്റെ നിമിത്തങ്ങളായി കണക്കാക്കപ്പെടുന്നവയാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടുപറമ്പിൽ പുരയിടത്തിലോ നിധി അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന 10 പ്രധാന അടയാളങ്ങളെക്കുറിച്ച്, 10 സൂചനകളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇവ കേവലം അന്ധവിശ്വാസങ്ങളായല്ല, മറിച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ അടയാളങ്ങളായാണ് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി കടന്നു വരുന്നതിന് മുൻപ് പ്രകൃതി നൽകുന്ന ചില മുൻകരുതലുകളായി ഇവയെ വിലയിരുത്താം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. അപ്രതീക്ഷിതമായി ധനാഗമനം ഉണ്ടാകാൻ പോകുന്നതിന് മുൻപായി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ചില സൂചനകളുണ്ട്. ഇനി അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സൂചന പക്ഷികളുടെ ആഗമനമായിരിക്കും. വീട്ടുമുറ്റത്ത് പക്ഷികൾ കൂടുകൂട്ടുന്നതും ചിലയ്ക്കുന്നതും ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ്. കാക്കകൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്തിരുന്ന് ശബ്ദമുണ്ടാക്കുന്നതും തേൻകിളികൾ പൂന്തോട്ടത്തിൽ സ്ഥിരമായി വരുന്നതും പണം വരാനുള്ള വഴികളെ സൂചിപ്പിക്കുന്നു. കൂടാതെ അജ്ഞാതമായ പക്ഷികളുടെ പാട്ട് പുലർച്ചെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് കേൾക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജം മാറി ധനം വരാനുള്ള സമയമായി എന്ന് അർത്ഥമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിലായി പക്ഷികൾ നിരന്തരം വരുന്നുണ്ടെങ്കിൽ അത് ധനാഗമനത്തിൻ്റെ സൂചനയാണ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവ് പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ വീട്ടിൽ പക്ഷികളോ മൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇനി നല്ല വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ദാഹജലം നൽകുന്നത് പുണ്യകർമ്മമാണ്. അതുകൊണ്ട് പക്ഷികൾക്ക് കുടിക്കാനായി ഒരു ചെറിയ പാത്രത്തിൽ വേനൽക്കാലത്ത് മതിലിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടിൻ്റെ കോണിലായി നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം പക്ഷികൾക്ക് വേണ്ടി വയ്ക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തതായി നിങ്ങളുടെ വീട്ടുവളപ്പിൽ ഒരു വലിയ നിധിശേഖരം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് എന്നതിന് സൂചന നൽകുന്ന മറ്റൊരു ലക്ഷണമാണ് സർപ്പങ്ങളുടെ സാന്നിധ്യം. കേരളീയരുടെ വിശ്വാസമനുസരിച്ച് നിധികളുടെ കാവൽക്കാരനാണ് സർപ്പങ്ങൾ. ഒരു പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിലോ പ്രത്യേകിച്ചും വീടിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയിലായിട്ട് കന്നിമൂലയിലായിട്ട് സ്ഥിരമായി സർപ്പങ്ങളെ കാണുകയോ അവ ശല്യമുണ്ടാക്കാതെ ഒഴിഞ്ഞു പോവുകയോ ചെയ്യുന്നത് വലിയ നിധിശേഖരത്തിൻ്റെ അടയാളമായി കരുതപ്പെടുന്നു. പ്രത്യേകിച്ചും ഈ പാമ്പുകൾ വെള്ളി നിറത്തിലുള്ള പാമ്പുകളായിരിക്കും. അല്ലെങ്കിൽ സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള പാമ്പുകളോ ആണെങ്കിൽ അത് ശുഭലക്ഷണമാണ്. ഇങ്ങനെ നിങ്ങൾ നിരന്തരമായി കാണുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ധനയോഗം കടന്നു വരുന്നുണ്ട് എന്നതിൻ്റെ പ്രധാന സൂചനയാണത്.
അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും മറ്റൊരു സൂചനയാണ് മരങ്ങളുടെ അമിതമായ വളർച്ച. പുരയിടത്തിലെ ഫലവൃക്ഷങ്ങൾ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് ഭൂമിക്കടിയിലെ ജൈവസമൃദ്ധിയെ കാണിക്കുന്നു. പലപ്പോഴും നമ്മൾ നട്ടിട്ടുള്ള ഫലവൃക്ഷങ്ങൾ കായ്ക്കാൻ ഒരുപാട് താമസമെടുക്കുന്നതാണ് അല്ലേ? പക്ഷേ ധനാഗമനത്തിന് യോഗമുള്ളവർക്ക്, ഐശ്വര്യത്തിൻ്റെയും സമ്പത്തും വർദ്ധിക്കാൻ സാധ്യതയുള്ളവരുടെ വീട്ടുപറമ്പിലുള്ള ഫലവൃക്ഷങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നട്ട് 1 വർഷം 2 വർഷത്തിനുള്ളിൽ തന്നെ അതിൽ പൂക്കളും കായ്ക്കളും നിറയുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും കൂവളം, നെല്ലി, പ്ലാവ് എന്നിവ അസ്വാഭാവികമാം വിധം തഴച്ചു വളരുന്നത് ഭൂമിക്കടിയിൽ ലോഹങ്ങളുടെയോ നിധികളുടെയോ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ഊർജ വ്യതിയാനം കൊണ്ടാണെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു. പക്ഷേ ഇങ്ങനെ നിങ്ങളുടെ പറമ്പിൽ ഫലവൃക്ഷങ്ങൾ അമിതമായി തഴച്ചു വളരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളിലേക്ക് അടുത്തു തന്നെ ഒരു വലിയ ധനയോഗം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന്. ഐശ്വര്യത്തിൻ്റെയും അതുപോലെ തന്നെ സമ്പത്ത് നിലനിന്നു പോകുന്നതിൻ്റെയും മറ്റൊരു സൂചനയാണ് കിണറിലെ ജലനിരപ്പ്. വേനൽക്കാലത്തും കിണറിലെ വെള്ളം കുറയാതിരിക്കുകയും വെള്ളത്തിന് പ്രത്യേക മധുരമോ തെളിച്ചമോ അനുഭവപ്പെടുകയും ചെയ്യുന്നത് ആ പുരയിടം ഭാഗ്യമുള്ളതാണെന്നതിന് തെളിവാണ്. ഭൂമിക്കടിയിലെ ജലസ്രോതസ്സുകൾക്കൊപ്പം നിധി നിക്ഷേപങ്ങളും ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് മണ്ണ് കൂടുതൽ ഊർജ്ജസ്വലമായിരിക്കുമെന്നും അത് ജലത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്നും പറയപ്പെടുന്നു. ജലം അമൂല്യമാണ്. അതുപോലെ തന്നെ ജലം ഐശ്വര്യത്തിൻ്റെ സൂചനയാണ്. എന്നും വറ്റാതെ നിങ്ങളുടെ കിണറ്റിൽ വെള്ളമുണ്ടെങ്കിൽ അത് ഐശ്വര്യത്തിൻ്റെ സൂചന തന്നെയാണ്. അടുത്തതായി സമ്പത്ത് വന്നു ചേരാനുള്ള അടുത്ത സൂചനയാണ് ഗൃഹനാഥന് ലഭിക്കുന്ന സ്വപ്നങ്ങൾ. അതായത് വീട്ടിലെ കാരണവർക്കോ ഗൃഹനാഥനോ സ്ഥിരമായി വെള്ളം, സ്വർണം, വെളുത്ത കുതിര അല്ലെങ്കിൽ ദൈവജ്ഞരായ വ്യക്തികൾ പണം നൽകുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ അപ്രതീക്ഷിത ധനാഗമനത്തിൻ്റെ സൂചനയാണത്. നിങ്ങൾ അടുത്തിടെയായി ആവർത്തിച്ച് ഈ സ്വപ്നങ്ങൾ തന്നെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അടുത്ത് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വലിയ ധനം വന്നുചേരാൻ പോകുന്നുണ്ട്. സ്വപ്നശാസ്ത്ര പ്രകാരം പുലർച്ചെ കാണുന്ന ഇത്തരം ശുഭ സ്വപ്നങ്ങൾ സത്യമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വാസം. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സൂചന നൽകുന്ന അടുത്ത ലക്ഷണമാണ് ശംഖിൻ്റെയും ചിപ്പിയുടെയും സാന്നിധ്യം. വീട്ടുവളപ്പിൽ മണ്ണ് കിളയ്ക്കുമ്പോഴോ മറ്റോ അവിചാരിതമായി ശംഖുകൾ, ചെറിയ കവിടികൾ എന്നിവ ലഭിക്കുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്തെ കുറിക്കുന്നു. സമുദ്രവുമായി ബന്ധപ്പെട്ട ഇത്തരം വസ്തുക്കൾ കരഭൂമിയിൽ കാണപ്പെടുന്നത് അവിടെ പണ്ടുകാലത്ത് വലിയ സമ്പത്ത് സൂക്ഷിച്ചിരുന്നതിൻ്റെയോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ധനസ്രോതസ്സിൻ്റെയോ അടയാളമാണ്. അടുത്തതായി ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും മറ്റൊരു സൂചനയാണ് പ്രത്യേക ഗന്ധങ്ങൾ. അതായത് യാതൊരു കാരണവുമില്ലാതെ വീടിനുള്ളിലോ മുറ്റത്തോ ചന്ദനത്തിൻ്റെയോ കസ്തൂരിയുടെയോ സുഗന്ധം അനുഭവപ്പെടുന്നത് പുണ്യലക്ഷണമാണ്. ദൈവിക സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ഇത്തരം ഗന്ധങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം നീങ്ങി സമ്പത്ത് കുമിഞ്ഞുകൂടാൻ പോകുന്നതിൻ്റെ പ്രകടമായ അടയാളമായി കണക്കാക്കപ്പെടുന്നു. അടുത്തതായി അപ്രതീക്ഷിത ധനയോഗം വരാൻ സാധ്യതയുള്ളതിൻ്റെ അടുത്ത സൂചനയാണ് ഉറുമ്പുകളുടെയും തേനീച്ചകളുടെയും കൂട് എന്നത്. വീട്ടുമുറ്റത്തോ ചുമരിലോ കറുത്ത ഉറുമ്പുകൾ വരിവരിയായി മുട്ടയും കൊണ്ടുപോകുന്നത് കണ്ടാൽ അത് ധനലാഭത്തിന് വഴിയൊരുക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ തേനീച്ച കൂടുകൂട്ടുന്നത് ഭാഗ്യമാണ്. ഈ ജീവികൾ ഉയർന്ന ഊർജമുള്ള ഇടങ്ങളിൽ മാത്രമേ വാസസ്ഥലമായി തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നത് ശാസ്ത്രീയവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടുപറമ്പിലായിട്ടോ ഉറുമ്പുകളുടെയും തേനീച്ചകളുടെയും കൂട് കാണുകയാണെങ്കിൽ അടുത്തു തന്നെ നിങ്ങളിലേക്ക് ധനം കടന്നു വരുന്നു എന്നതിൻ്റെ സൂചനയാണത്. ഇനി അടുത്തതായി അപ്രതീക്ഷിതമായി ധനയോഗം ഉണ്ടാകുന്നതിൻ്റെ അടുത്ത സൂചനയാണ് യാദൃശ്ചികമായിട്ടുള്ള ധനലാഭം. അതായത് ചെറിയ തുകകൾ അപ്രതീക്ഷിതമായി കൈവരികയോ പഴയ കുടുക്കകളിലോ തുണികൾക്കിടയിലോ മറന്നുവെച്ച പണം കണ്ടെത്തുകയോ ചെയ്യുന്നത് വലിയൊരു ധനപ്രവാഹത്തിൻ്റെ മുന്നോടിയായിട്ടാണ്. ഇത്തരം ചെറിയ ലക്ഷണങ്ങൾ പ്രപഞ്ചം നമുക്ക് നൽകുന്ന സൂചനകളാണ്. വൻ ധനയോഗം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതിൻ്റെ സൂചന മാത്രമാണ് ഈ ചെറിയ ധനലാഭം.
ഇനി അടുത്തതായി നിങ്ങളിലേക്ക് ധനം വരുന്നുണ്ട് എന്നതിൻ്റെ മറ്റൊരു സൂചനയാണ് കുടുംബത്തിലെ സന്തോഷം. നമ്മുടെ വീട്ടിലെ കുട്ടികൾ സമാധാനമായി ഇരിക്കുന്നതും മുതിർന്നവർ തമ്മിലുള്ള കലഹങ്ങൾ കുറയുന്നതും ഐശ്വര്യം വരുന്നതിൻ്റെ പ്രധാന ലക്ഷണമാണ്. എപ്പോഴും സമാധാനമില്ലാത്ത കുടുംബകലഹങ്ങൾ നിറഞ്ഞ വീട്ടിൽ ഒരിക്കലും ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കുകയില്ല. മനഃശാന്തിയും ഐക്യവുമുള്ള ഇടങ്ങളിലേക്ക് പണം ഒഴുകിയെത്തും. വീടിനുള്ളിലെ അന്തരീക്ഷം പെട്ടെന്ന് പ്രസന്നമാകുന്നത് ലക്ഷ്മി കടാക്ഷത്തിൻ്റെ ഉറപ്പായ അടയാളമാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള 10 സൂചനകൾ, 10 ലക്ഷണങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ആദ്യ ചുവടുവയ്പ്പാണ്, ആദ്യ സൂചനയാണ്. സമ്പത്ത് എന്നത് കേവലം ഭാഗ്യം കൊണ്ട് മാത്രം ലഭിക്കേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ അധ്വാനത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ഒത്തുചേരലാണ്. ഞാനിവിടെ സൂചിപ്പിച്ച 10 കാര്യങ്ങൾ കേരളീയ ജനത കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന നിമിത്തങ്ങളാണ്. ഭൂമിക്കടിയിലെ നിധിയേക്കാൾ മൂല്യമുള്ളതാണ് നമ്മുടെ കർമ്മഫലമായി ലഭിക്കുന്ന ഐശ്വര്യം. പ്രകൃതി തൻ്റെ മാറ്റങ്ങളിലൂടെ മനുഷ്യന് നൽകുന്ന ഇത്തരം സൂചനകൾ തിരിച്ചറിയാൻ സൂക്ഷ്മമായ നിരീക്ഷണവും പോസിറ്റീവായ ചിന്താഗതിയും ആവശ്യമാണ്. വിശ്വാസങ്ങൾ എന്തുതന്നെയായാലും ഒരു വീടും പുരയിടവും വൃത്തിയായും ചിട്ടയായും സൂക്ഷിക്കുന്നത് അവിടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് സാമ്പത്തികമായ ഉന്നതിക്കും മാനസികമായ സംതൃപ്തിക്കും വഴിയൊരുക്കും. നിധി എന്നത് മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കുടങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നല്ല അവസരങ്ങളും സമ്പൽ സമൃദ്ധിയും കൂടിയാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രകൃതിയുടെ ഇത്തരം സൂചനകളെ ബഹുമാനത്തോടെ കാണുകയും ഒരു മടിയും കൂടാതെ പ്രവർത്തിക്കുകയും ചെയ്താൽ ഏതൊരു വീട്ടിലും ഐശ്വര്യത്തിൻ്റെ നിധി തെളിയും എന്നതിൽ തർക്കമില്ല. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഗാഢമായ ബന്ധമാണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ ചെറിയ മാറ്റവും വലിയൊരു ലക്ഷ്യത്തിലേക്കോ നേട്ടത്തിലേക്കോ ഉള്ള വഴികാട്ടിയായേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം ശുഭലക്ഷണങ്ങളെ പോസിറ്റീവായി കണ്ട് മുന്നേറുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയിലെ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ, ഐശ്വര്യവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.